മുകേഷ് ചേട്ടൻ ആഹാര കാര്യങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാനൊരു റീല് കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ ഇരുന്ന് ചോറുണ്ണുവാ. അന്നേരം മുകേഷ് ചേട്ടൻ പറയുവാ എനിക്ക് തോരനാന്നേലും മതി, ഹാപ്പിയാന്ന്. മുകേഷ് ചേട്ടൻ അങ്ങനെ ഒരു നിർബന്ധമുള്ള കൂട്ടത്തിലല്ല. അല്ല, എനിക്ക് അതൊരു പക്ഷേ ഈ ഞാൻ കേട്ടിട്ട് സിനിമയിൽ വന്ന് അതിനുമുമ്പൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നസീർ സാർ ഉണ്ടല്ലോ, നസീർ സാർ ഒരിക്കലും ഭക്ഷണത്തിന് കുറ്റം പറയാത്തയോ ഭക്ഷണം കൂടുതൽ വേണമെന്ന് പറയാത്ത ഒരാളാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും പുള്ളി ഓക്കെയാണ്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇത്രയും വലിയൊരു ആക്ടർ എന്ത് പറഞ്ഞാലും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ പരാതി പറയുമ്പോഴും അത് കുഴപ്പമില്ല നന്നായിരുന്നു എന്ന് പറയും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, സാർ ഇത് എന്താണ് അങ്ങനെ? ഞാൻ 2-3 സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് ചിന്തിക്കാത്ത ഒരു മറുപടി പറഞ്ഞു. അതായത് അത്രയും കുറച്ചല്ലേ കഴിക്കൂ, നമ്മൾ ഡയറ്റിങ്ങിനും മെയിൻറ്റെയിനിങ്ങിനും ഒന്നും പോകണ്ടല്ലോ, നല്ല ചാപ്പാട് കിട്ടിയാൽ അത്രയും കഴിക്കും നമ്മൾ. ഇത് കുഴപ്പമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. ഭയങ്കര ഒരു ഇത് സത്യം പറഞ്ഞ ഡയറ്റ് നോക്കുന്നവർക്കും ഉള്ളുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അതെ, ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്ന ആ കാലഘട്ടത്തിൽ ഭക്ഷണം വെക്കുന്നവര് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം നസീറിന് ഇഷ്ടപ്പെട്ട് പിന്നാണോ ഇയാള്, അതോടുകൂടി എല്ലാവരും മിണ്ടാതാവും. നസീർ സാർ അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മനുഷ്യത്വവും എല്ലാം ചേർന്ന ഒരു ഉത്തരല്ലേ. കറക്റ്റ്. മുകേഷ് ഫുൾ ഫ്ലറിഷ് ആയിട്ട് നിന്ന് ആസ് എൻ ആക്ടർ ഭയങ്കര ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും മുകേഷ് ചേട്ടൻ ആരാന്ന് നല്ലോണം അറിയാം. അങ്ങനെ നിന്ന മുകേഷ് ചേട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക്, ബിക്കോസ് അഫ്കോഴ്സ് കോളേജ് ടൈമിൽ മുകേഷ് ചേട്ടൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഷാഡോ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ മുകേഷ് ചേട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതെന്നാ പറ്റും? മുകേഷ് ചേട്ടൻ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വരുന്നത്? എൻ്റെ ഒരു രാഷ്ട്രീയ കുടുംബമാണ്. എൻ്റെ അച്ഛൻ ആക്ടറായിരുന്നെങ്കിലും അതിനേക്കാൾ മുമ്പ് രാഷ്ട്രീയമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ. ഒരു ഓഫർ, ഇങ്ങനെ ഏറ്റവും വലിയ നേതാക്കന്മാർ കൊല്ലത്ത് മുകേഷ് ഇലക്ഷൻ നിൽക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പില്ല. അത് ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അച്ഛൻ്റെ ഒരാഗ്രഹമോ അല്ലെങ്കിൽ ഡിസയറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നും നോ പറയരുത്, വരുന്നെങ്കിൽ പിന്നെ ദി ബെസ്റ്റ് കൊടുക്കണം. അപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നാച്ചുറലി എല്ലാവരും വിചാരിച്ചു ഇയാൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സമയം, സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്, അപ്പം എന്തായാലും അതൊരു ഫ്ലോപ്പായിരിക്കും എന്ന് മുൻവിധി എഴുതി. ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിയമസഭയിലൊന്നും ചെല്ലത്തില്ല, ഇയാൾ ഷൂട്ടിംഗ് അല്ലേ. അപ്പം എനിക്കിപ്പോൾ എല്ലാവരും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആകെ കൂടെ ഈ 9 കൊല്ലത്തിനകത്ത് വെച്ച് 3 ദിവസം എങ്ങാണ്ടാണ് നിയമസഭയിൽ പോകാതിരുന്നത്. നേതാക്കന്മാരായതുകൊണ്ട് പല സന്ദർഭങ്ങളിലും വരാൻ പറ്റാത്ത നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ പോയിന്റാണ് എൻ്റെ, ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ്, ഞാൻ ഇത് ഒരു കാരണവശാലും മുടക്കരുത്. അതുകൊണ്ട് ഷൂട്ടിംഗ് എല്ലാം ആ സമയത്ത് ഞാൻ നേരത്തെ പറയും. മുകേഷ് ചേട്ടൻ ആസ് എൻ MLA, മുകേഷ് ചേട്ടന് ഓരോ വ്യക്തിയുടെയും ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിൽ അതിനപ്പുറവും. അതൊക്കെ സിനിമയുടെ ഒരു ശക്തിയുണ്ട്. സിനിമയുടെ ശക്തി രാഷ്ട്രീയത്തിനകത്ത് വരുന്നതിൻ്റെ ഒരുപക്ഷെ നല്ല കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞങ്ങളവിടെ ഒരു പാലം വരണം, മൺട്രോ തുരുത്തുമായിട്ട് ബന്ധപ്പെടുന്ന കൊല്ലത്തുള്ള ഒരു പാലമാണ്. എത്രയോ കൊല്ലമായിട്ട് ആൾക്കാരുടെ ആഗ്രഹമാണ്, നടന്നിട്ടില്ല. അപ്പം നമ്മളത് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അത് നടന്ന് അതിൻ്റെ കഴിഞ്ഞ ടേമിൽ കൊറോണ വന്ന് ലാസ്റ്റ് ഈ മന്ത്രിമാരുടെ ലാസ്റ്റ് ക്യാബിനറ്റാണ്. അന്ന് പാസ്സാക്കിയില്ലെങ്കിൽ അത് അടുത്ത ടേമിലോട്ട് പോകും. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ഞാനാണോ വരുന്നത്, ഏത് പാർട്ടിയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ സെക്രട്ടേറിയറ്റിൽ, സെക്രട്ടറിയിൽ അന്ന് ഉദ്യോഗസ്ഥർ വേണമെങ്കിൽ വന്നാൽ മതി, കൊറോണ ആയതുകൊണ്ട് ലീവ് എടുക്കാം, വരാതിരിക്കാം. 3 പേരുണ്ട് അവിടെ. അപ്പോൾ എത്രയോ കോപ്പി ഉണ്ടാക്കണം. പിറ്റേ ദിവസം ക്യാബിനറ്റ് 39 കോപ്പി അങ്ങനെ ഉണ്ടാക്കണം. ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും എല്ലാം കൊടുക്കണം. അപ്പോൾ അവർ പോവാണ്. 3 പേരേ ഉള്ളൂ. ഞാൻ അവരത് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഒരു 9 മണി വരെ ഇരുന്നാൽ ഇത്രയും കോപ്പി കിട്ടും. ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്
ഒരു പ്രദേശത്തിൻ്റെ. അപ്പോൾ അല്ലെങ്കിൽ അവർ ജങ്കാറിൽ പോകണം, അവരുടെ അടുത്ത തലമുറയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ 3 പേരുടെ എന്തൊക്കെ സംസാരിച്ചിട്ട് വന്നു, പറഞ്ഞു ഞങ്ങൾ ഇരുന്ന് ചെയ്യാം, പക്ഷേ പകരം ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈക്കൂലിയല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് നിയമം അനുവദിക്കുന്നതൊക്കെ ആണെങ്കിൽ എന്താണ്, അല്ല വേറൊന്നുമല്ല, ഞങ്ങളുടെ 3 പേരുടെയും കൂടെ സെപ്പറേറ്റായിട്ടും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. സിനിമയുടെ ശക്തി അല്ലാതെ വേറെ ലോകത്തൊരു ശക്തിക്കും ആ ഒരു, ഞാൻ പറഞ്ഞു എങ്ങനെ വേണോ നിങ്ങൾ, വീട്ടിൽ കാണിക്കാനാ 9 മണി വരെ നിന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിത് പല നേതാക്കന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് മാത്രം, സിനിമാക്കാർക്ക് മാത്രം, കലാകാരന്മാർക്ക് മാത്രം ഉള്ള ഒരു ദൈവത്തിന്റെ പ്രിവിലേജാണ്. സത്യം. മുകേഷ് ചേട്ടൻ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയും, മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോളിയാണ്. നിമിഷ നേരം കൊണ്ട് കഥ പോലെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇല്ലാതെ ആ കഥ നമ്മൾ കേട്ടാ നമ്മൾ വിശ്വസിക്കും, ശരിയാണോ മുകേഷ് ചേട്ടാ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ പൊട്ട കഥയും നടക്കാത്ത കഥയായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മുകേഷ് ചേട്ടൻ ഭയങ്കര സീരിയസ്. മുകേഷ് ചേട്ടൻ മെച്ചോർഡായ, ഇപ്പോഴാണോ മെച്ചോർഡായ? അല്ല, സീരിയസ് ആകേണ്ട സ്ഥലത്ത് സീരിയസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ബേസിക്കലി നമുക്കൊന്നും ഒരു മാറ്റം വരാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് എത്രയോ പേര് പറയും, ഇത് നിയമസഭ കഴിഞ്ഞാൽ നിയമസഭയിലുണ്ടായ തമാശകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണം. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ തമാശ എന്ന് പറയുമ്പോൾ അവരും കൂടെ, ആ പറയുന്ന ആളും കൂടെ കേൾക്കുമ്പോൾ അവർക്കും രസിക്കുന്ന തമാശയാണ്, അല്ലെ പരദൂഷണമായി പോകും. ഞാൻ അതുവഴി പോകുമ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സുകാരെ, ഈ മെയിൻ നേതാക്കന്മാരൊന്നും ഇല്ല, എന്നാലും എന്നെ പറ്റി വല്ലതും ഉണ്ടോ, പുതിയത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയും. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒബ്സർവേഷനാണ്. ഇപ്പോൾ ആനിയെ സംബന്ധിച്ചിടത്തോളം ആനി പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ അത് ഞാനൊരു ചെറിയ എന്താ പറയുന്നത്, ക്ഷമ ചോദിച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അതായത് ആനി ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ആനി ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട്, അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ, കൊച്ചുകുട്ടിയാണ്, 10ാം ക്ലാസ്സിലെ കണ്ട് പഠിക്കുന്ന സ്കൂളിലല്ലേ, ഭയങ്കര കരച്ചിൽ വിട്ടുമാറിഞ്ഞ് എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് അങ്ങ് ഒരു കുടുംബം പോലായി. അപ്പം ഞാൻ ആനി എടുത്ത് സമാധാനിപ്പിച്ചു, നാളെ ഞങ്ങൾ സ്കൂളിൽ വരും, അല്ലെ മറ്റന്നാ. ഞാൻ വാക്കാണല്ലോ വരണം എൻ്റെ സ്കൂളിൽ. ഞാൻ പറഞ്ഞു വരും. ഇപ്പം ചിരിച്ചുകൊണ്ട് പോകും, ഒരു സിനിമ കഴിഞ്ഞതാണ്, ഒരു അച്ചീവ്മെന്റ് ആണത്. ഞങ്ങൾ 2 ദിവസത്തിനകം ആ സ്കൂളിൽ വന്ന് കണ്ടിരിക്കും, ഞങ്ങൾ അവിടെ വരും. ഓക്കെ എന്ന് പറഞ്ഞു പോയി. ക്ഷമയെന്ന് പറയുന്നത് ഇതുവരെ സ്കൂളിൽ വന്നിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ മുകേഷ് ഈ വർത്താനത്തിൽ മനസ്സിലായില്ലേ, എനിക്ക് ആ സെറ്റ് വിട്ട് പോരാൻ അത്രയും സങ്കടം വന്നെങ്കിൽ മുകേഷ് ചേട്ടനും ബാക്കിയുള്ള എല്ലാവരും എത്ര ഫ്രീ ആയിരുന്നു എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ഡേ എന്നുള്ളത് ലാസ്റ്റ് ഡേയിൽ എനിക്ക് മനസ്സിലായി. ആദ്യം മുകേഷ് ചേട്ടനെ എങ്ങനെ കണ്ടോ ഇന്നും മുകേഷ് ചേട്ടൻ അങ്ങനെയാണ്, ഒരു മാറ്റവും ഇല്ല. നേരത്തെ ആനി പറഞ്ഞില്ലേ ഇങ്ങനെ കഥ എങ്ങനെ ഉണ്ടാക്കി വിടും, ഒന്നും പിന്നെ എന്താ പറയുന്നത് പറയാനൊക്കത്തില്ല, സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞില്ല. ഒരു ചെറിയൊരു ഓർമ്മ, പക്ഷെ ഈ പറഞ്ഞുകൊണ്ടാണ്, പാർവതി പരിണയമാണെന്ന് തോന്നുന്നു, അഞ്ജു അരവിന്ദും ആനിയുണ്ട്, പ്രേംകുമാർ ഉണ്ട് ഈ പാർവതി പരിണയം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, കഥയായിരിക്കും ഇത്. അനി ബ്രേക്കായി കേട്ടോ, ഭക്ഷണം കഴിക്കാം, ബ്രേക്കൊന്നും ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിക്കും ബ്രേക്കായിരുന്നു. അപ്പം അനി ഇന്നിപ്പോ ഇനി ഷൂട്ടിംഗ് ഇല്ല, ടാസ്ക് നമ്മൾ എടുക്കുന്നില്ല, ഞങ്ങൾ എടുത്ത് വിശ്വസിച്ചത് തന്നെ. 2 പേരും ഒരു തരത്തിലും ഞാൻ പറയുന്നത് ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ പ്രേംകുമാറിന്റെ അടുത്ത് നിങ്ങളൊക്കെ നിൽക്കുമ്പോൾ പറഞ്ഞ്, ഇവർ 2 പേരും എങ്ങനെ മരിക്കാൻ പോകുന്നറിയാം, എങ്ങനെ അവരുടെ അന്ത്യം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ പ്രേംകുമാർ ചോദിച്ചാൽ എന്താണ്, ഇവർ സംസാരിച്ച് റെയിൽവേ പാളത്തിൽ കൂടെ സംസാരിച്ച് വരുക, ട്രെയിൻ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ബാക്കിൽ നിന്നൊരു ട്രെയിൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അനി അഞ്ജു ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ഇവരുടെ.
മുകേഷേട്ടാ ശരിക്കും ആലോചിച്ചോ മുകേഷേട്ടൻ ഇതൊക്കെ ആ ഒരു ടൈമിലൊക്കെ മുകേഷേട്ടൻ നല്ല ഓർമ്മയുണ്ട്. മുകേഷേട്ടൻ എല്ലാം എന്ത് രസമായിട്ടാ പറയാന്നൊക്കെ. ഇതാണ് മുകേഷേട്ടൻ. ഫിലിമിനെക്കാട്ടിലും ഒരു ആവേശം പൊളിറ്റിക്സിലുണ്ടോ? ഇല്ല, രണ്ടും ഈക്വൽ തന്നെ. ഈക്വൽ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രാർത്ഥന. മറ്റേത് അതിൻ്റെ കൂട്ടത്തിൽ. മുകേഷേട്ടാ അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പൊ നോക്കൂ മുകേഷിന്റെ പഴയ ക്യാരക്ടേഴ്സില് ഭയങ്കര കോമഡി ചെയ്യുന്ന ജഗദീഷ് ചേട്ടനായാലും ഹരിശ്രീ അശോക് ഏട്ടനായാലും ഒക്കെ നല്ല കോമഡി ചെയ്ത ഒരു നല്ലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ല ഫിലിംസ് ചെയ്ത. പക്ഷെ ഇപ്പൊ ജഗദീഷ് ചേട്ടനും ഹരിശ്രീ അശോക് ചേട്ടനും ഒക്കെ ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങളാണ്. ആ ഒരു മാറ്റം മുകേഷ് ചേട്ടൻ എങ്ങനെയാ നോക്കുന്നത്? അല്ല, ജീവിതമാർഗവും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇനി കോമഡി സീനെ അഭിനയിക്കത്തുള്ളൂ, അല്ലെ സീരിയസ് രംഗത്തെ അഭിനയിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ആ തരത്തിലുള്ള റോളുകൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ 100% ചാടി വീഴുന്ന പാർട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയും ആക്ടിങ്ങിൽ എൻ്റെ ഒരു ചിന്തയും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് റോളാണെങ്കിലും അതിനകത്ത് തമാശയല്ല, അതിനകത്ത് ആൾക്കാർ രസം വരുന്ന എന്താണ്. ഇപ്പൊ കരയുമ്പോൾ പോലും നമ്മൾ ആൾക്കാരങ്ങ് പൊട്ടിക്കരയണമെന്നുള്ള ചിന്തയല്ല, അത് എങ്ങനെ പ്രസന്റ് ചെയ്യാം, ആൾക്കാർക്ക് താല്പര്യവും രസവും തോന്നുന്നു. ഇപ്പൊ കണ്ണ് നിറയുന്ന ഒരു സംഭവമാണെങ്കിലും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കരയരുത്, അതിനകത്ത് ഒരു രസച്ചരട് വിടരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ആക്ടർ ഒരു ടിപ്പാണല്ലേ മുകേഷ്. അത് മുകേഷ് ചേട്ടൻ വന്ന് സംസാരിച്ചു, 1-2 കാര്യം ഞങ്ങളെ പറ്റി പറഞ്ഞല്ലാതെ മുകേഷ് ചേട്ടന്റെ തമാശയും കാര്യങ്ങളും ഒന്നും കേട്ടില്ല. അത് മാത്രമല്ല മുകേഷ് ചേട്ടന് ഭക്ഷണം തന്നില്ല. ഇവിടെ കുറച്ച് സീരിയസ് ടോക്കായെന്ന് തോന്നുന്നു. മുകേഷ് ചേട്ടാ ഡൈനിങ്ങിൽ മുകേഷ് ചേട്ടന്റെ തമാശകളും മുകേഷ് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് കൂടിയാലോ? അല്ല, അതിനു മുമ്പ് ആനിയാണ് ആ സംഭവത്തില് 100% നടന്നതാണ് കേട്ടോ. നായിക ആനിയാണെങ്കിലും കഥയിലെ കാര്യങ്ങള് ആനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് നമുക്ക് ഒന്ന് ഓഡിയൻസിന് ആനിക്കും ഒന്ന് മനസ്സിലാക്കാം. പിന്നെന്താ?